Dear friends, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിന് നമ്മൾ പഠിച്ച +1 ടോപ്പിക്കിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സുകളായ സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നീ ടോപ്പിക്കുകളുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ +1-ൽ പഠിച്ച 1-2 കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഓർമ്മിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ബോർഡിൽ എഴുതുന്നതൊക്കെ നോട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ടോപ്പിക്കിലേക്ക് കയറുകയാണ്. നമ്മൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? എഴുതുക. ഫസ്റ്റ് വൺ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് വളരെ സിമ്പിളാണ്. നിങ്ങൾ +1-ൽ പഠിച്ച കാര്യമാണ്. 2 സെറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, എ എന്നൊരു സെറ്റ് എടുക്കുന്നു, 1ഉം 2ഉം 3ഉം. അടുത്ത ബി എന്ന മറ്റൊരു സെറ്റ് എടുക്കുന്നു, ആ സെറ്റ് 4ഉം 5ഉം എന്ന് കൺസിഡർ ചെയ്താൽ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓർഡേഡ് പെയർസ്, ഓർഡേഡ് പെയറുകളുടെ സെറ്റിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഓർഡേഡ് പെയറുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഓർഡേഡ് പെയറുകൾ ഉണ്ടാകുന്നത് എ എന്ന സെറ്റിലെ എലമെന്റുകളായ 1നും 2നും 3ക്കും ബി എന്ന സെറ്റിലെ എലമെന്റുകളായ 4ഉം 5ഉമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ബന്ധങ്ങൾ. ഇപ്പൊ എയ്ക്കാണ് ബന്ധം ഉണ്ടാക്കേണ്ടത്. എ എന്ന വ്യക്തികൾ, ഇതിപ്പോ ഒരു വ്യക്തികളായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 1ഉം 2ഉം 3ഉം 3 വ്യക്തികളാണെന്ന് വിചാരിക്കുക. ഈ 3 വ്യക്തികൾക്ക് ബി എന്ന സെറ്റിലെ ഈ 2 വ്യക്തികളുമായി ഒരു ബന്ധം ഉണ്ടാക്കണം. അപ്പൊ എയ്ക്കാണ് നിർബന്ധം ബന്ധം ഉണ്ടാക്കണം. അപ്പൊ എ മുൻകൈയിട്ട് വരണം, എ മുൻപിൽ നിൽക്കണം. ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി അയാളാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ എ എന്ന സെറ്റിലെ എലമെന്റായ 1 എന്ന് പറയുന്ന വ്യക്തി ഈ ബി എന്ന സെറ്റിലേക്ക് വരുമ്പോൾ ഈ 4ഉം 5ഉമായിട്ടായിരിക്കും അദ്ദേഹത്തിന് ബന്ധം ഉണ്ടാവുക. അല്ലാതെ വേറെ ആരും ഇല്ല ബന്ധം ഉണ്ടാവാൻ. അപ്പോൾ 1 എന്ന വ്യക്തിക്ക് 4നോട് ഒരു ബന്ധം ഉണ്ടാവും, 1ന് 5നോട് ബന്ധം ഉണ്ടാവും. ഇതേപോലെ ഈ എ എന്ന സെറ്റിലെ 2 എന്ന് പറയുന്ന വ്യക്തിക്കും ഈ ബി എന്ന സെറ്റിലെ എലമെന്റുകളുമായി ഒരു ബന്ധം ഉണ്ടാക്കുന്നതിന് ഈ 2 മുൻകൈയിട്ട് ഫ്രണ്ടിലേക്ക് വരുന്നു. അപ്പോൾ ഈ 2 ഈ ബി എന്ന സെറ്റിലേക്ക് വരുമ്പോൾ 2ന് 4നോട് ബന്ധമുണ്ടാകും, 2ന് 5നോട് ബന്ധമുണ്ടാകും. ഇതേപോലെ 3 മുന്നോട്ട് വരുമ്പോൾ 3ക്ക് 4മായി ബന്ധമുണ്ടാകും, 3ക്ക് 5മായി ബന്ധമുണ്ടാകും. ഇതിനെ ഒരു സെറ്റ് ബ്രാക്കറ്റിനകത്ത് സൂചിപ്പിച്ചാൽ ഈ തന്നിരിക്കുന്ന സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ ക്രോസ് ബി. ഈ എ ക്രോസ് ബി ആണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയാം. ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡേഡ് പെയറുകളുടെ സെറ്റിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഓർഡേഡ് പെയറിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എ ക്രോസ് ബി എന്ന ഓർഡേഡ് പെയർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിലെ ഈ ഓർഡേഡ് പെയറുകളിലെ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് 1, പിന്നെ വരുന്ന ആദ്യത്തെ എലമെന്റ് 2 ആണ്, പിന്നെ വരുന്ന ആദ്യത്തെ എലമെന്റ് 3 ആണ്. ഈ ആദ്യത്തെ എലമെന്റുകൾ എ എന്ന സെറ്റിലെ എലമെന്റുകളായിരിക്കണം. രണ്ടാമത്തെ എലമെന്റുകളായിട്ട് വരുന്ന 4, 5, വീണ്ടും 4, 5, വീണ്ടും 4, 5 ഈ രണ്ടാമത്തെ എലമെന്റുകൾ ബി എന്ന സെറ്റ് എലമെന്റുകളായിരിക്കണം. അപ്പൊ നമുക്ക് ചുരുക്കി ഇങ്ങനെ എഴുതാം: എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റായി x, y എന്ന ഒരു വില ഞാൻ പരിഗണിച്ചാൽ, നിങ്ങൾ ചോദിക്കും എക്സും വൈ എവിടെ നിന്ന് വന്നു? എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും ഞാൻ സങ്കല്പിച്ച 2 വിലകളാണ്. എക്സിന്റെ വിലയായിട്ട് 1ഓ 2ഓ 3ഓ ഒക്കെ വരാം, വൈയുടെ വിലയായിട്ട് 4ഓ 5ഓ ഒക്കെ വരാം. അപ്പൊ x, y എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ ഞാൻ പരിഗണിച്ചാൽ ഈ ആദ്യത്തെ എക്സ് എന്ന് പറയുന്ന വില എ എന്ന സെറ്റിലെ എലമെന്റ് ആയിരിക്കണം, രണ്ടാമത്തെ വൈ എന്ന് പറയുന്ന വില ബി എന്ന സെറ്റിലെ എലമെന്റ് ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. എ എന്ന സെറ്റിന് ബി എന്ന സെറ്റിനോടുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഓക്കെ, ഇത് തന്നെ എനിക്ക് വേറൊരു രീതിയിൽ എഴുതാം. അതായത് ഇപ്പോൾ ഈ ബി എന്ന സെറ്റിലെ എലമെന്റുകൾക്ക് ഒരു ആഗ്രഹം, ബി എന്ന സെറ്റിലെ എലമെന്റുകൾക്ക് ഒരു ബന്ധം ഉണ്ടാക്കണം. ആരുമായിട്ട്? എയുമായിട്ട്. അപ്പൊ എ അറിയില്ല ഈ ബിക്ക് ബന്ധം ഉണ്ടാക്കണം എന്നുള്ള കാര്യം എക്ക് അറിയില്ല. പക്ഷെ ബിക്കാണ് ആഗ്രഹം എ എന്ന സെറ്റുമായിട്ട് ബന്ധം ഉണ്ടാക്കണം. അപ്പൊ ഈ ബി എന്ന സെറ്റിലെ എലമെന്റുകളായ 4ഉം 5ഉം എവിടെ മുൻകൈ എടുത്ത് എ എന്ന സെറ്റിലേക്ക് ചെല്ലുക. അപ്പൊ ഈ 4 അവിടേക്ക് ചെല്ലുമ്പോൾ
4 എന്ന വ്യക്തിക്ക് ഇവിടെ 1-മായി ഒരു ബന്ധമുണ്ടാകാം, 4-ന് 2 എന്ന വ്യക്തിയുമായി ബന്ധം വരാം, 4-ന് 3-യുമായി ബന്ധം വരാം. അപ്പൊ 4 മുൻകൈ എടുത്തുകൊണ്ട് ഈ ബന്ധങ്ങൾ ഉണ്ടാക്കണം. ഇനി അടുത്ത 5 ഈ സെറ്റിലേക്ക് ചെല്ലുമ്പോൾ 5-ന് 1 എന്ന സെറ്റുമായി ബന്ധമുണ്ടാകാം, 5-ന് 1 എന്ന എലമെന്റുമായി ബന്ധമുണ്ടാകാം, 5-ന് 2 എന്ന വ്യക്തിയുമായി ബന്ധമുണ്ടാകാം, അതോടൊപ്പം തന്നെ 5-ന് 3 എന്ന വ്യക്തിയുമായി ബന്ധമുണ്ടാകാം. ഇതിനെ ഞാൻ ഒരു സെറ്റിനകത്ത് സൂചിപ്പിച്ചാൽ ഇതും നമുക്ക് എന്ന് പറയാം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഇതിനെ വിളിക്കുന്ന പേര് ബി ക്രോസ് എ എന്നായി പോകും. കാരണം ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ ആദ്യത്തെ എലമെന്റുകളായ 4, 5 എന്ന് പറയുന്നത് ബി എന്ന സെറ്റിലെ എലമെന്റുകളാണ്. ബി ക്രോസ് എ ആകുമ്പോൾ ആദ്യത്തെ എലമെന്റ് ബി, രണ്ടാമത്തെ എലമെന്റ് 1, 2, 3 എന്ന് പറയുന്നത് എ എന്ന സെറ്റിലെ എലമെന്റുകളാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ബി ക്രോസ് എ എന്ന് പറയുന്ന ഒരു സെറ്റിലെ എലമെന്റായി എക്സ് കോമ വൈ എന്ന് സങ്കല്പിച്ചാൽ ഈ എക്സ് എന്ന് പറയുന്ന എലമെന്റ് ബിയിലെ ആയിരിക്കണം, വൈ എന്ന് പറയുന്നത് എയിലെ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഇത് എ ക്രോസ് ബിയെയും ബി ക്രോസ് എയുമാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ്. അതിൽ തന്നെ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് എയിലെ ആയിരിക്കണം, സെക്കൻഡ് എലമെന്റ് ബിയിലെ ആയിരിക്കണം. ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ബിയിലെ ആയിരിക്കണം, സെക്കൻഡ് എലമെന്റ് എയിലെ ആയിരിക്കണം. ഇനി ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ. എന്താണെന്ന് ചോദിച്ചാൽ ഈ എ ക്രോസ് ബി നിങ്ങളൊന്ന് നോക്കിയേ. എ ക്രോസ് ബി എത്ര എലമെന്റുകളുണ്ട്? 1, 2, 3, 4, 5, 6 എലമെന്റുകളുണ്ട്. ഈ ബി ക്രോസ് എ നോക്കിയാൽ ബി ക്രോസ് എയിൽ 1, 2, 3, 4, 5, 6 എലമെന്റുകളാണ് ഉള്ളത്. എ ക്രോസ് ബിയിലും 6 എലമെന്റ് ഉണ്ട്, ബി ക്രോസ് എയിലും 6 എലമെന്റ് ഉണ്ട്. ഈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആയ എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലും 6 എലമെന്റുകളാണുള്ളത്. ഇതെങ്ങനെ കിട്ടി? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ, അത് ഈ എയുടെയും ബിയുടെയും സെറ്റിലെ എലമെന്റുകളുടെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ എ എന്ന സെറ്റിലെ എണ്ണം n ഓഫ് എ എന്ന് പറയുന്നത് 3, ബി എന്ന സെറ്റിലെ എലമെന്റുകളുടെ എണ്ണം n ഓഫ് ബി എന്ന് പറയുന്നത് 2-മാണ്. ഇവരുടെ പ്രോഡക്റ്റ് ആണ് 6 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ n ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു n ഓഫ് ബി ക്രോസ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു n ഓഫ് എ ഇൻറ്റു n ഓഫ് ബി. n ഓഫ് എ ഇൻറ്റു n ഓഫ് ബി ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ പറയാ, if n of a equal to m and n of b equal to n, then n of a cross b equal to n of b cross a equal to mn. ഇത് ഒരു ബോക്സിനകത്താക്കി നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റാണ്. Okay, if n of a is equal to m, n of b is equal to m, then n of a cross b is equal to n of b cross a is equal to m. Okay, കൂടാതെ അടുത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഓർഡേർഡ് പെയർ 1, 2 എന്ന് പറയുന്നത് ഒരിക്കലും ഓർഡേർഡ് പെയർ 2, 1 ഈക്വൽ അല്ല. അതായത് 2 ഓർഡേർഡ് പെയറുകൾ തുല്യമാകണമെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റുകൾ തുല്യമാകണം. അതായത് 1, 2 ഈക്വൽ ആണ് 1, 2 മാത്രം, അല്ലാതെ 1, 2 ആർക്ക് ഈക്വൽ അല്ല, 2, 1 ഈക്വൽ അല്ല. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 1, 4, 1 ഈക്വൽ അല്ല, 1, 5, 1 ഈക്വൽ അല്ല. അതായത് എ ക്രോസ് ബി എന്ന് പറയുന്ന എലമെന്റിലും ബി ക്രോസ് എന്ന സെറ്റിലും ബി ക്രോസ് എന്ന സെറ്റിലുമുള്ള എലമെന്റുകളുടെ എണ്ണങ്ങൾ തുല്യമാണെങ്കിലും ആ എലമെന്റുകൾ അവിടെ തുല്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന അടുത്തൊരു പോയിന്റ് ആണ് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. എ ക്രോസ് ബി ബി ക്രോസ് എക്ക് തുല്യമല്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എ ക്രോസ് ബി ബി ക്രോസ് എക്ക് തുല്യമാകും. അങ്ങനെ വരണമെങ്കിൽ എ എന്ന സെറ്റും ബി എന്ന സെറ്റും തുല്യമായിരിക്കണം. അതായത് ഈ
A cross B equal to B cross A, then condition ഇതായിരിക്കും A equal to B. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കേണ്ടത് റിലേഷൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് റിലേഷൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക, റിലേഷൻസ്. അടുത്ത നമ്മൾ റിലേഷൻസിനെ കുറിച്ചും നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് റിലേഷൻ എന്ന് ജസ്റ്റ് നോക്കാം. റിലേഷൻ എന്ന് പറയുമ്പോൾ എ എന്നൊരു സെറ്റ് ഞാൻ എടുക്കുന്നു. എ ഈക്വൽ ടു സെറ്റ് 1 2 3 ആണ് ഞാൻ എടുത്തത്. അടുത്ത ബി എന്ന സെറ്റ് എടുക്കുന്നു. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 3 4. ഇത്രയുമാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇതിൽ എ ക്രോസ് ബി എടുത്താൽ എ ക്രോസ് ബി എത്ര എലമെന്റുകൾ ഉണ്ടാവും നോക്കുക. എയിൽ 3 എലമെന്റുകളുണ്ട്, ബിയിൽ 3 എലമെന്റുകളുണ്ട്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റ് 3 into 3 9 എലമെന്റ്സ് ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 2 1 3 1 4. സിമിലർലി 2 2 2 3 2 4. അടുത്തത് 3 2 3 3 3 4. ഇതാണ് എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്. ഇനി ഞാൻ ചോദിക്കുന്നത് റിലേഷൻ എന്ന് പറയുമ്പോൾ എ എന്ന സെറ്റിലെ എലമെന്റുകളായ 1നും 2നും 3ക്കും ബി എന്ന സെറ്റിലെ എലമെന്റുകളായ 2ഉം 3ഉം 4ഉമായിട്ട് പല ടൈപ്പ് റിലേഷൻസുകൾ നമുക്കുണ്ടാകാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്ന വ്യക്തിക്ക് എ എന്ന സെറ്റിലെ എലമെന്റുകൾക്ക് ബി എന്ന സെറ്റുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ ഈ എ എന്ന സെറ്റിലെ എലമെന്റുകളായ 1 2 3 ഈ 1 എന്ന സെറ്റിന്റെ കൂടെ ജസ്റ്റ് ഒരു 1 ആഡ് ചെയ്ത് നോക്കുന്നു. ഈ 1ന്റെ കൂടെ ഒരു 1 ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 2 ആണ്. ആ 2 എവിടെയുണ്ട്? ബിയിലുണ്ട്. ആ 2 ബിയിലുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്ത പ്രോസസ്സ് ഞാൻ എല്ലാ എലമെന്റുകളിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നു. ഇത് നമുക്ക് അതേ ചെയ്യുന്ന സമയത്ത് ഇവിടെ എലമെന്റുകൾ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ 2ന്റെ കൂടെ ഞാൻ 1 ആഡ് ചെയ്ത് നോക്കും. എനിക്ക് കിട്ടുന്നത് 3 ഇവിടെ ഉണ്ട്. അടുത്ത ഞാൻ 3യുടെ കൂടെ ജസ്റ്റ് 1 ആഡ് ചെയ്ത് നോക്കി. 1 ആഡ് ചെയ്തപ്പോൾ 3യുടെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടേണ്ട വില 4 ഇവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2ഉം 3ഉം 4ഉം ഈ എ എന്ന സെറ്റിലെ എലമെന്റുകളായ 1 2 3 എന്ന എലമെന്റുകളോട് 1 എന്ന വില ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 2 3 4 എന്ന വിലകൾ കിട്ടി. ശരിയല്ല? അതൊരു ബന്ധമല്ലേ? നോക്കിയേ, എ എന്ന സെറ്റിലെ എലമെന്റുകളായ 1നോടും 2നോടും 3യോടും 1 എന്ന ഒരു വില കൂട്ടിയപ്പോൾ എനിക്കിവിടെ 2 3 4 എന്ന വിലകൾ കിട്ടി. എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ബന്ധമാണ്. അപ്പൊ ഈ ബന്ധത്തെ നമുക്കൊന്ന് ജനറലൈസ് ചെയ്തെഴുതാം. നമുക്ക് എന്തായാലും ആ ബന്ധത്തെ നമുക്കൊന്ന് എഴുതാം. 1ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ കിട്ടിയത് 2. അടുത്ത ഇവിടെ 2ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ കിട്ടിയത് 3. അടുത്ത 3യുടെ കൂടെ 1 കൂട്ടിയപ്പോൾ കിട്ടിയത് 4. അപ്പൊ ഇതിനെ ഞാൻ ഒരു സെറ്റിനകത്താക്കി. ഇതിന് റിലേഷൻ എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ R എന്ന് പേര് കൊടുത്തു. ഇത് എ എന്ന സെറ്റ് ഉണ്ടാക്കിയ ഒരു റിലേഷനാണ്. ആരുമായിട്ടുണ്ടാക്കിയ റിലേഷൻ? ബിയുമായിട്ട്. എ എന്ന സെറ്റ് എങ്ങനെയാണ് ആ റിലേഷൻ ഉണ്ടാക്കിയത്? 1 എന്ന വില കൂട്ടിയപ്പോൾ എനിക്ക് രണ്ടാമത്തെ വില കിട്ടി എന്നാണ് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഓർഡേർഡ് പെയറിനെ x, y എന്നാണല്ലോ സൂചിപ്പിക്കാറ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വിലയുടെ കൂടെ 1 കൂട്ടിയപ്പോൾ എനിക്ക് രണ്ടാമത്തെ വില കിട്ടി എന്നുള്ളതാണ് ഇവിടുത്തെ റിലേഷൻ. y is equal to x plus 1. ഈ റിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. R equal to set ordered pair. ഞാൻ ഇവിടെ ഈ റിലേഷനകത്തുള്ള ഓർഡേർഡ് പെയറിനെ x, y എന്ന് പരിഗണിച്ചാൽ ഈ x എന്ന് പറയുന്നത് a എന്ന സെറ്റിലെ എലമെന്റും y എന്ന് പറയുന്നത് b എന്ന സെറ്റിലെ എലമെന്റുമാണ്. കൂടാതെ ഈ y എന്ന് പറയുന്നത് x plus 1 എന്നാണ്. ഇതാണ് ഈ റിലേഷൻ എന്ന് പറയുന്നത്. എക്ക് ബിയുമായിട്ട് ഉണ്ടാക്കിയ ഒരു റിലേഷനാണ് ഞാൻ ഇത് എഴുതിയത്. അതേപോലെ ഞാൻ വീണ്ടും അടുത്ത റിലേഷൻ എഴുതുക.
അതേപോലെ ഞാൻ എഴുതുന്ന അടുത്ത റിലേഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ 1ന്റെ കൂടെ 2 ആഡ് ചെയ്യുന്നു. 1ന്റെ കൂടെ 2 ആഡ് ചെയ്യുന്നു. ഈ 1നൊപ്പം 2 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടേണ്ട വില 3 ആണ്. ഓക്കെ, പ്രശ്നമില്ല. ഇനി 2ന്റെ കൂടെ ഞാൻ 2 ആഡ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് കിട്ടേണ്ട വില 4 ഇവിടെ ഉണ്ട്, പ്രശ്നമില്ല. അടുത്ത 3യുടെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടേണ്ടത് 5 ആണ്. 5 ഇവിടെ ഇല്ല, പക്ഷേ ഉള്ള റിലേഷൻസ് എനിക്ക് എടുക്കാം. 1ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടേണ്ടത് 3. അപ്പോൾ 1 3. അടുത്തത് ഈ 2ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടേണ്ടത് 4. അതെടുത്ത് എഴുതി. 3യുടെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് 5 ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പൊ ഈ 2 എലമെന്റുകൾ മാത്രമാണ് ഞാൻ എടുത്തിരുന്നത്. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇത് R1 എന്ന് കൊടുത്താൽ, ഇതിനെ നമുക്ക് R2 എന്ന് കൊടുത്താൽ, ഇതിന് R2 എന്ന് കൊടുത്താൽ ഇത് അടുത്തൊരു റിലേഷനാണ്. എ എന്ന സെറ്റ് ഉണ്ടാക്കിയ രണ്ടാമത്തെ ഒരു റിലേഷനാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ഒരു റിലേഷനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എ എന്ന സെറ്റിലെ 1ഉം 2ഉം മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ളൂ, 3 വന്നിട്ടില്ലല്ലോ? വേണമെന്നില്ല. എ എന്ന സെറ്റ് ഇവിടെ ഉണ്ടാക്കിയ റിലേഷൻ എന്താണ്? ആ എ എന്ന സെറ്റിലെ എലമെന്റുകളുടെ കൂടെ 2 കൂട്ടുമ്പോൾ കിട്ടുന്ന ബി എന്ന സെറ്റിലെ എലമെന്റുകളുമായിട്ടുള്ള ബന്ധമാണുള്ളത്. അപ്പൊ 1ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 3 ആണ് കിട്ടുക, 3 ഇവിടെ നിന്ന് എഴുതി. അടുത്ത 2ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 4 ആണ് കിട്ടുക, 4 ഇവിടെ നിന്ന് എഴുതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെയും നമ്മൾ x,y എന്നാണല്ലോ സാധാരണ ഓർഡേഡ് പേരുകളെ നമ്മൾ സൂചിപ്പിക്കാറ്. അങ്ങനെ x,y എന്ന് സൂചിപ്പിച്ചാൽ നമുക്ക് പറയാം, ഈ ആദ്യത്തെ എലമെന്റായ എക്സിനൊപ്പം 2 ആഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ വില കിട്ടണം. ഇതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഒരു ഇതാണ് അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? R2 is equal to set ordered pair x,y such that x a എന്ന സെറ്റിലെ വിലയാണ്, y b എന്ന സെറ്റിലെ വിലയാണ്, ആൻഡ് y is equal to x plus 2. ഇതാണ് അവിടുത്തെ റിലേഷൻ. അപ്പൊ ഞാൻ ഇവിടെ 2 റിലേഷൻസ് ആണ് പരിഗണിച്ചത്. ഈ 2 റിലേഷൻസ് എടുത്ത് നോക്കുമ്പോഴും ഇതാ നോക്കിയേ, R1 1 2 2 3 3 4 അതിവിടെ ഉണ്ട്, 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 3 4 ഉണ്ട്. അപ്പൊ ഞാൻ എടുത്ത റിലേഷൻ എന്ന് പറയുന്നത് ഈ എ ക്രോസ് ബിക്കകത്തുള്ള എലമെന്റുകളാണ് എനിക്കിവിടെ റിലേഷനായി കിട്ടിയത്. അടുത്ത രണ്ടാമത്തെ റിലേഷൻ എടുക്കുന്നു. ആ രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് 1 3 2 4 ആണ്. ആ 1 3 ഇവിടെ ഉണ്ട്, 2 4 ഇവിടെ ഉണ്ട്, ഉണ്ടല്ലോ. അപ്പോ ഇവിടെ എടുത്ത രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയിലെ എലമെന്റുകളാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? എന്താണെന്ന് ചോദിച്ചാൽ, എ എന്ന സെറ്റിലെ എലമെന്റുകൾക്ക് ബി എന്ന സെറ്റുമായി ഉണ്ടാക്കാൻ കഴിയുന്ന റിലേഷൻസ് ഏതെടുത്താലും അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളായിരിക്കും. അപ്പോൾ എ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. is a subset of A cross B. ഞാൻ ഒന്നുകൂടെ പറയാം, a relation from A to B, A എന്ന സെറ്റിലെ എലമെന്റിൽ നിന്നും B എന്ന സെറ്റിലെ എലമെന്റുകളിലേക്കുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ തിരിച്ചും പറയാം, B എന്ന സെറ്റിലെ എലമെന്റുകൾക്ക് A എന്ന സെറ്റുമായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് B ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോളുക. അതായത് എ റിലേഷൻ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. സിമിലർലി എ റിലേഷൻ ഫ്രം ബി ടു എ എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് എ. അപ്പോൾ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ റിലേഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യത്തിലേക്ക് ഇതും കൂടി നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അതായത് ഇവിടെ എ എന്ന ഒരു സെറ്റ് ഞാൻ പരിഗണിക്കുന്നു. ഈ എ എന്ന ഒരു സെറ്റ് പരിഗണിച്ചാൽ എയിൽ ആകെയുള്ള എലമെന്റുകളുടെ എണ്ണം 3 ആണ്. അതായത് n of a equal to 3. അങ്ങനെയാണെങ്കിൽ എയ്ക്ക് എത്ര സബ്സെറ്റുകളെ ഉണ്ടാക്കാം? എയ്ക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടാക്കാം? എ എന്ന സെറ്റിലെ എലമെന്റുകളുടെ എണ്ണം 3 ആണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു 2 raised to 3. അതായത് 8 ആണ് സബ്സെറ്റുകളുടെ എണ്ണം. അത് ഏതൊക്കെയാണ് ആ സബ്സെറ്റുകൾ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, സബ്സെറ്റ്സ് ആർ
നമുക്ക് ജസ്റ്റ് എഴുതാവുന്നേ ഉള്ളൂ. സെറ്റ് 1 2 3, അടുത്തത് സെറ്റ് 1 2, അടുത്തത് സെറ്റ് 1 3, അടുത്തത് സെറ്റ് 2 3, അടുത്തത് സെറ്റ് 1, സെറ്റ് 2 ആൻഡ് സെറ്റ് 3, ഫൈനലി null സെറ്റ് 1 2 3 4 5 6 7 8. അതായത് ഇതാണ് ഈ തന്നിരിക്കുന്ന എ എന്ന സെറ്റിന്റെ സബ്സെറ്റുകൾ. അപ്പൊ അതേപോലെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച ഓരോ റിലേഷൻസും R1ഉം R2ഉം നേരത്തെ കണ്ടുപിടിച്ച R1ഉം R2ഉം എന്താണ് എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ്. അപ്പൊ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളെയാണ് നമ്മൾ റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടോ അത്രയും റിലേഷൻസുകളെ എനിക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ എ ക്രോസ് ബിയിലെ എലമെന്റുകളുടെ എണ്ണം നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ 3 എലമെന്റും ഇവിടെ 3 എലമെന്റും ആണെങ്കിൽ എ ക്രോസ് ബിയുടെ എലമെന്റുകളുടെ എണ്ണം 9. അപ്പൊ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് 2�9 ആണ്. അപ്പൊ ആ 2�9 റിലേഷൻസുകളെ എനിക്ക് ഉണ്ടാക്കാം. ദ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് 2�9 ആണ്. അതിന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതാം. ഈ n ഓഫ് എ ഈക്വൽ ടു m ആൻഡ് n ഓഫ് ബി ഈക്വൽ ടു n, then number of relations from A to B is 2�mn. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പഠിച്ചു, എന്താണ് റിലേഷൻസ് എന്ന് പഠിച്ചു, റിലേഷൻസുകളുടെ എണ്ണം നമ്മൾ പഠിച്ചു. കൃത്യമായി എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന റിലേഷൻസുകളുടെ എണ്ണത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഈ റിലേഷൻസുകളെ നമുക്ക് 3 രീതിയിൽ സൂചിപ്പിക്കാം. അത് ഞാൻ പറഞ്ഞത് നമ്മൾ +1 പഠിച്ചതാണ്. 3 രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ എ എന്ന ഒരു സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 നമ്മൾ നേരത്തെ തന്നെ കൺസിഡർ ചെയ്തതാണ്. അടുത്ത ബി എന്ന് പറയുന്നത് സെറ്റ് 2 3 4. ഇതേ സെയിം എലമെന്റുകളാണ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തത്. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു റിലേഷൻ ഉണ്ടാക്കിയായിരുന്നു. അതായത് റിലേഷൻ R ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ x, y such that x belongs to A, y belongs to B and y equal to x plus 1 എന്ന ഒരു ബന്ധമാണ് നമ്മൾ ആദ്യം എടുത്തിരുന്നത്. ഈ ബന്ധത്തെ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം. R ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ 1ന് 2, അടുത്ത 2ന് 3, അതോടൊപ്പം തന്നെ 3 എന്ന എലമെന്റിന്റെ ഒപ്പം 4. ഇത് ഈ എഴുതിയ രീതിയെ നമ്മൾ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്നാണ് പറയുന്നത്. ഈ എഴുതിയ മെത്തേഡിൽ നമ്മൾ സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 2 മെത്തേഡുകൾ. ഇതിന് പുറമെ മൂന്നാമത് ആരോ ഡയഗ്രം എന്ന ഒരു മെത്തേഡും കൂടി. ഇതെല്ലാം നമ്മൾ +1 പഠിച്ച കാര്യങ്ങളാണ്. എന്താണ് ഈ ആരോ ഡയഗ്രം എന്ന് പറയുന്നത്? ആരോ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇത് എ എന്ന സെറ്റായിട്ട് എടുക്കുന്നു, ഇത് ബി എന്ന സെറ്റായിട്ട് എടുക്കുന്നു. എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എ എന്ന സെറ്റിൽ 1ഉം 2ഉം 3ഉമാണ് എലമെന്റ് ആയിട്ടുള്ളത്. ബി എന്ന സെറ്റിൽ 2ഉം 3ഉം 4ഉമാണ് എലമെന്റ് ആയിട്ടുള്ളത്. ഇതിൽ 1ന് 2വിനോട് ബന്ധം, 2വിന് 3യോട് ബന്ധം, 3ക്ക് 4നോട് ബന്ധം. ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് അടുത്ത ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ്, ഇത് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ മെത്തേഡ്, ഇതിനെ നമ്മൾ ആരോ ഡയഗ്രം. ഇങ്ങനെ 3 രീതികളിൽ നമുക്കൊരു റിലേഷനെ എന്ത് ചെയ്യാം, സൂചിപ്പിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 3 രീതി, ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ റിലേഷൻസ് സൂചിപ്പിക്കുന്നത്. റിലേഷൻസിന്റെ എണ്ണം നമ്മൾ പഠിച്ചിരുന്നു 2�mn. ഇപ്പോൾ ഈ ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എയിൽ 3 എലമെന്റ്, ബിയിൽ 3 എലമെന്റ്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നിടത്ത്
9 എലമെന്റുകൾ ഉണ്ടാവും. എന്നാൽ എ ക്രോസ് ബി 9 എലമെന്റ്. അതുകൊണ്ട് തന്നെ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം എത്ര ഉണ്ടാവുമോ അത്രയും റിലേഷൻസുകൾ ഉണ്ടാവും. എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 2:mn ആണ്. 2:mn എന്ന് പറയുമ്പോൾ 2:9. ആ 2:9 റിലേഷൻസുകളാണ് ഉണ്ടാവുക. ആ 2:9 റിലേഷൻസുകൾക്ക് നമ്മൾ പല പേരുകളിലാണ് അവരെ അറിയപ്പെടുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ ഇവിടുന്ന് സെക്കൻഡ് ഇയർ ടോപ്പിക്കിലേക്ക് കയറുകയാണ്. എന്താണ് ആ റിലേഷൻസിൻ്റെ പേരുകൾ എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.